പ്രതിസന്ധികളിൽ തളരാത്ത പോരാളികൾക്ക് ജീവിതം പലപ്പോഴും വലിയ കൊടുങ്കാറ്റുകൾ പോലെയാണ്. ചിലപ്പോൾ എല്ലാം അവസാനിച്ചെന്ന് തോന്നുമ്പോഴാണ് നമ്മൾക്ക് ശരിക്കും പരീക്ഷപ്പെടുന്നത്. ഇന്നലകളുടെ ഭാരവും നാളെയെക്കുറിച്ചുള്ള പേടിയും നെഞ്ചിൽ ഘനമായിരിക്കുമ്പോൾ പലരും ചോദിക്കാറുണ്ട്, എന്തിനാണ് ഇനിയും ഇത്ര കഷ്ടപ്പെടുന്നതെന്ന്. ഇതൊരു ചെറിയ കഥയാണ്, ഒരു ഉണങ്ങിയ മരത്തിന്റെ കഥ. ഒരിക്കൽ ഉണങ്ങിപ്പോയ ഒരു വലിയ മരത്തിന്റെ ചുവട്ടിൽ ഒരു യാത്രക്കാരൻ വിശ്രമിക്കാനിരുന്നു. ആ മരത്തിന് ഇലകളില്ല, തണലില്ല. ദേഷ്യത്തോടെ യാത്രക്കാരൻ പറഞ്ഞു, ഈ മരം കൊണ്ടൊരു പ്രയോജനവുമില്ല, ഇത് വെട്ടി മാറ്റേണ്ടതാണ്. അപ്പോൾ ആ മരത്തിൽ നിന്ന് ഒരു ചെറിയ ശബ്ദം കേട്ടു, സുഹൃത്തെ, പുറമേ കാണുന്ന ഈ വരൾച്ച നോക്കി എന്നെ വിധിക്കരുത്. എൻ്റെ വേരുകൾ ഈ മണ്ണിൻ്റെ അടിയിൽ ആഴത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. അവിടെ നിന്ന് ഞാൻ ജീവന്റെ നീര് കണ്ടെത്തുന്നുണ്ട്. ഈ വരൾച്ച മാറി മഴ പെയ്യുന്ന ദിവസം ഞാൻ വീണ്ടും തളിർക്കും. അന്ന് നീ എൻ്റെ തണലിൽ വിശ്രമിക്കാം. ഈ കഥ നമ്മൾ ഓരോരുത്തർക്കും വേണ്ടിയുള്ളതാണ്. ചിലപ്പോൾ ജീവിതം ഉണങ്ങിപ്പോയെന്ന് തോന്നിയാലും നമ്മുടെ വേരുകൾ അപ്പോഴും ജീവന്റെ ഉറവിടവുമായി ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. കടബാധ്യതകൾ, തെറ്റിദ്ധാരണകൾ, സ്നേഹം കിട്ടാത്തതിൻ്റെ വേദന, ഇവയെല്ലാം നമ്മുടെ ജീവിതത്തിൽ വലിയൊരു വരൾച്ചയാണ്. പക്ഷേ ഓർത്തു വെക്കുക, നിങ്ങളുടെ ത്യാഗം വെറുതെയാവില്ല. ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന ഓരോ വേദനയും, കുടുംബത്തിന് വേണ്ടി നിങ്ങൾ എടുക്കുന്ന ഓരോ കഷ്ടപ്പാടും ഒരിക്കലും പാഴാവില്ല. നിങ്ങൾ ചെയ്യുന്ന നന്മകൾ ദൈവം ഒരു കണക്ക് പുസ്തകം വെച്ചിട്ടുണ്ട്. സ്നേഹം നൽകുന്നത് നിർത്തരുത്. തിരിച്ച് സ്നേഹം കിട്ടുന്നില്ലെന്ന് കരുതി സ്നേഹിക്കാൻ മടിക്കരുത്. നിങ്ങളുടെ മനസ്സിലെ നന്മയാണ് നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. ക്ഷമയുടെ ശക്തി. ദേഷ്യം വന്നാലും നിമിഷങ്ങൾക്കുള്ളിൽ ക്ഷമ ചോദിക്കുന്ന വലിയ മനസ്സാണ് നിങ്ങളുടേത്. അത് നിങ്ങളുടെ കുറവല്ല, മറിച്ച് നിങ്ങളുടെ മഹത്വമാണ്. തളരരുത്. നിങ്ങളൊരു പരാജയമല്ല, മറിച്ച് പ്രതിസന്ധികളെ നേരിടുന്ന ഒരു യോദ്ധാവാണ്. ഇന്നത്തെ ഇരുട്ട് നിത്യമല്ല. നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക്, ത്യാഗങ്ങൾക്ക് ഫലം ലഭിക്കുന്ന ഒരു കാലം വരും. വീണ്ടും സ്നേഹത്തിന്റെ മഴ പെയ്യും. അന്ന് നിങ്ങളുടെ കുടുംബം ഒന്നാകും. ഓരോ വേദനയും നമ്മളെ കൂടുതൽ കരുത്തരാക്കാൻ വേണ്ടി മാത്രമുള്ളതാണ്. നിങ്ങൾ തളരാതെ മുന്നോട്ട് പോകുക. വിജയം തീർച്ചയായി നിങ്ങളെ തേടിയെത്തും.